ഹായ് സുഹൃത്തുക്കളെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോയുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കോഴ്സുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് 3 തരം കോഴ്സുകളാണ് ഇഗ്നോയിലുള്ളത്. ഒന്ന് BAFHI ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ ഹിസ്റ്ററി, 2 BAHIH ബാച്ചിലർ ഓഫ് ആർട്സ് ഹോണേഴ്സ് ഹിസ്റ്ററി, പിന്നെ വരുന്നത് MAHI മാസ്റ്റർ ഓഫ് ആർട്സ് ഹിസ്റ്ററി. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ നമുക്കറിയാം ആദ്യത്തെ 2 കോഴ്സുകൾ 3 ഇയർ ഡിഗ്രിയും MAHI എന്ന് പറയുന്നത് 2 ഇയർ PG പ്രോഗ്രാമുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് BFHI എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രോഗ്രാമാണ്. ഓക്കെ, ഇതൊരു ഡിഗ്രി കോഴ്സാണ്. ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്. വീട്ടിലിരുന്നും പോലെ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇത് 3 ഇയർ ഡിഗ്രിയും പ്ലസ് 1 ഇയർ എക്സ്ട്രാ 4 ഇയർ ഡിഗ്രിയും ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അതായത് ഇതൊരു 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമാണ് ആക്ച്വലി. ബട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് 3 ഇയർ വെച്ച് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ 3 ഇയർ ഡിഗ്രിയും 4 ഇയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 4 ഇയറും ലഭിക്കുന്നതാണ്. ഓക്കെ, നോക്കൂ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏകദേശം സബ്ജക്റ്റുകളാണ് ഈ കാണിക്കുന്നത്. ഇതിൽ മേജർ കോഴ്സുകളും മൈനർ കോഴ്സുകളും ഉണ്ടാവും. മേജർ കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് സബ്ജക്റ്റുകൾ. മൈനർ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹിസ്റ്ററി അല്ലാത്ത വേറെ മേഖലയിലുള്ള സോഷ്യോളജി, സൈക്കോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട മൈനർ കോഴ്സുകൾ നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് സെക്കൻഡ് ഇയർ മുതൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ മേജർ ഏതാണോ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മൈനർ ഏതാണോ എടുത്തിട്ടുള്ളത് അത് രണ്ടും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ മേജർ ഹിസ്റ്ററി ആയിട്ടായിരിക്കും സർട്ടിഫിക്കറ്റിൽ വരുന്നത്. ഇതൊരു 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമാണ് എങ്കിലും കൂടിയിട്ട് നിങ്ങൾക്ക് ഇത് 3 ഇയറിൽ വെച്ചിട്ട് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ 3 ഇയർ ഡിഗ്രിയാണ് ലഭിക്കുന്നത്. ഓക്കെ, ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ജനുവരി സെഷനിലും അഡ്മിഷൻ എടുക്കാം, അതുപോലെ തന്നെ ജൂലൈ സെഷനിലും അഡ്മിഷൻ എടുക്കാം. അതുപോലെ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റുന്ന മീഡിയ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഫീ വരുന്നത് 5300 പ്ലസ് രജിസ്ട്രേഷൻ ഫീ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീ എന്ന് പറഞ്ഞാൽ 700 രൂപ. സോ 6000 രൂപയാണ് നിങ്ങൾക്ക് ഫീസായിട്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയർ അടയ്ക്കേണ്ടത്. സെക്കൻഡ് ഇയറിൽ 5300. ഇനി ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫീസ് കുറയ്ക്കാൻ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വേണ്ട, PDF ആയിട്ട് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സിൽ അയച്ചു തരില്ല. പകരം നിങ്ങൾ സ്വയമേ ഇഗ്നോയുടെ EGNഘോഷ് എന്ന സൈറ്റിൽ കയറിയിട്ട് ഈ ഒരു പറഞ്ഞ സബ്ജക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, നേരത്തെ കാണിച്ചിട്ടുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ PDF ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ പഠനം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15%, ഈ 5300 നിന്നും 15% ഡിസ്കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫീസ് അടച്ചാൽ മതിയാവും. ഈ കോഴ്സ് നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്റർ ആയിട്ട് ഏതെല്ലാം കോളേജസാണ് തിരഞ്ഞെടുക്കാൻ കഴിയുക എന്നുള്ളത് ഞാൻ ഈ സെലക്ഷൻ ചെയ്തിട്ടുണ്ട്. കൊച്ചിൻ ഭാഗത്തുള്ളവർക്ക്, ഏകദേശം കേരളത്തിൻ്റെ മധ്യഭാഗത്തുള്ളവർക്ക് ഇത്രയും കോളേജുകൾ അവൈലബിൾ ആണ്. ഈ ഒരു സ്റ്റഡി സെൻറ്റർ നിങ്ങൾക്ക് അവൈലബിൾ ആയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അസൈൻമെൻറ്റുകളെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ സ്റ്റഡി സെൻറ്ററുകളിലാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് തിരുവനന്തപുരം, ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഏതൊക്കെ കോളേജസുകളാണ് ഈ ഒരു കോഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. ഒരുപാട് കോളേജുകളുണ്ട്. അപ്പോൾ തെക്ക് ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൻ്റെ അടുത്തുള്ള ഇത്രയും കോളേജസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒന്നേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയൂ. ആ ഒരു കോളേജായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഫിനിഷ് ചെയ്യുന്നത് വരെയുള്ള മാർഗനിർദ്ദേശങ്ങളും കോണ്ടാക്ട് ക്ലാസ്സുകളും അതുപോലെയുള്ള ഇൻഫർമേഷനുകളും അസൈൻമെൻറ്റുകളും അതിൻ്റെ മാർക്കിടുന്നതും ഒക്കെ ഈ ഒരു സ്റ്റഡി സെൻറ്റർ ആയിരിക്കും. അപ്പോൾ ഒരു സ്റ്റഡി സെൻറ്റർ ചൂസ് ചെയ്യുമ്പോൾ വോയിസായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇനി നമ്മുടെ വടക്ക് ഭാഗത്തുള്ളവർ, കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ളവർ വടകര റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ആണ് ജോയിൻ ചെയ്യേണ്ടത്. അതായത് കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് പോലെയുള്ള ജില്ലകളിലുള്ളവർക്കൊക്കെ ഇതാണ് സൗകര്യം. എന്ന് വെച്ച് നിങ്ങൾക്ക് കൊച്ചിയിലോ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മറ്റ് സ്റ്റഡി സെൻറ്റേഴ്സിൽ ഈ ഒരു കോഴ്സ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. എവിടെ വേണമെച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. പക്ഷേ
നിങ്ങൾക്ക് അവിടെയൊക്കെ ചെന്ന് അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും എൻക്വയറികൾ ഉണ്ടെങ്കിൽ അവിടെ പോവേണ്ടി വരും. മാർക്കിൽ ഡിലേ വരുന്നുണ്ടെങ്കിൽ അവരെ കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാവുന്ന ഒരു സ്ഥലം, ഒരു കോളേജ് ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇതൊരു ഹിസ്റ്ററിയാണ്. നിങ്ങൾക്കറിയാം ഹിസ്റ്ററിയിൽ എന്തൊക്കെയാണ് പഠിക്കാനുണ്ടായിരിക്കുക എന്നുള്ളത്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഹിസ്റ്ററി എങ്ങനെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ 4 ഇയർ ഡിഗ്രി ആണ്, അതുപോലെ ഏതൊക്കെ സെൻറ്റേഴ്സുകളാണ്, എത്രയാണ് ഫീസ് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ സിലബസിൻ്റെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം കൃത്യമായിട്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് BA-HIH ബാച്ചിലർ ഓഫ് ആർട്സ് ഹോണേഴ്സ് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു 3 ഇയർ ഡിഗ്രി പ്രോഗ്രാമാണ്. ഇഗ്നോയിൽ ഹിസ്റ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു കോഴ്സ് BA-HIH എടുക്കാനാണ്. കാരണം ഇതൊരു ഹോണേഴ്സ് ഡിഗ്രിയാണ്. ഇതിൽ മേജർ മൈനർ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഉണ്ടാവില്ല. ഇതൊരൊറ്റ കോഴ്സായിരിക്കും ഹിസ്റ്ററി. അത് തന്നെയാണ് മേജർ. അതിൻ്റെ സ്പെഷ്യലൈസേഷൻ ഹിസ്റ്ററി ആയിട്ടാണ് വരുന്നത്. ഡിഗ്രി കോഴ്സാണ്. അതുപോലെ ഡിസ്റ്റൻസ് ആയിട്ടാണ് എടുക്കേണ്ടത്. ചെന്ന് പഠിക്കണം എന്നില്ല, വീട്ടിൽ വെച്ച്. ഇതിൻ്റെ എല്ലാ അഡ്മിഷൻസും നമ്മൾ എടുക്കുന്നത് ഓൺലൈൻ ത്രൂ ആണ്, ഡിസ്റ്റൻസ് ആണ്. എക്സാം നിങ്ങൾ പോയിട്ട് എഴുതണം, അസൈൻമെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, പോയിട്ട് സബ്മിറ്റ് ചെയ്യണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത്, എക്സാം രജിസ്ട്രേഷൻ തുടങ്ങിയ മറ്റുള്ള എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ ചെയ്യേണ്ടത് ഓൺലൈൻ ത്രൂ ആയിരിക്കും. അപ്പോൾ സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് ഹിസ്റ്ററി തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോർ പേപ്പേഴ്സ് എന്ന് പറയും. കോർ പേപ്പർ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയുടെ ഭാഗങ്ങൾ, ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കോർ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടാവും. സ്കിൽ എൻഹാൻസ്മെൻറ്റ് ഉണ്ടാവും, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സുകൾ ഉണ്ടാവും, അതുപോലെ ലാംഗ്വേജ് കോഴ്സ് എന്ന് പറയുന്നത് സബ്ജക്റ്റുകൾ ഉണ്ടാവും പഠിക്കാൻ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യണം. മൾട്ടി ഓപ്ഷൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി തരും രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഏതാണ് സിമ്പിളായിട്ട് ചൂസ് ചെയ്യാൻ, ഏതാണ് പഠിക്കാൻ എളുപ്പമുള്ളത്, അല്ലെങ്കിൽ താങ്കളുടെ ടേസ്റ്റ് എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അതെല്ലാം ചൂസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂഫിക്സ് അക്കാദമി നിങ്ങളെ സഹായിച്ച് അഡ്മിഷൻ എടുത്ത് തരുന്നതായിരിക്കും. ഓക്കെ, സർവീസ് ചാർജ് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി, ഈ ഒരു കോഴ്സ് ചെയ്യാൻ നിങ്ങൾക്ക് +2 ആണ് വേണ്ടത്. ഏത് +2 മതി. ഡിഗ്രി, അതായത് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ സയൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും VHSC പോലുള്ള കോഴ്സുകളായാലും ഈ ഒരു ഡിഗ്രി എടുക്കാൻ അത് മതിയാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് 5300, പിന്നെ രജിസ്ട്രേഷൻ ഫീ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീ എന്ന് പറയുന്നത് 700 രൂപയാണ്. അപ്പോൾ 6000 രൂപയാണ്. നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ട് ഉണ്ടാവും ബുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലെ ഫീസ് ഇതുപോലെ 5300 ആയിരിക്കും. പിന്നെ തേർഡ് ഇയറിലും 5300. അപ്പോൾ ഇനി ഇതിൽ കോർ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ ഇത് ഇയർ വൈസ് ആയിട്ടാണ് എക്സാം എഴുതേണ്ടത്. അതായത് നിങ്ങൾ 4 ഇയർ ഡിഗ്രി നമ്മൾ മുന്നേ പറഞ്ഞ BA-FHI എടുത്താലും ഈ ഒരു ഹോണേഴ്സ് ഡിഗ്രി എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇയറിലാണ് എക്സാം എഴുതേണ്ടത്. അതായത് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആകുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമുകൾ എഴുതാം. ഈ 2 കോഴ്സും അതുപോലെ സെക്കൻഡ് സെമസ്റ്ററിലുള്ള ഈ 2 കോഴ്സും, അതായത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 4 കോർ പേപ്പർ പഠിക്കണം. പിന്നെ ഒരു എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ഉണ്ട്, അതുപോലെ ഒരു ലാംഗ്വേജ് കോഴ്സ് ഉണ്ട്, പിന്നെ ജനറ്റിക് ഇലക്റ്റീവ്. ഇതിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം. ഇതിൽ നിന്നും ഒന്ന് ചൂസ് ചെയ്യണം. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇയറിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാം. അതുപോലെ സെക്കൻഡ് ഇയറിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് 6 കോർ പേപ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ ഇത് ഏതാണ് സബ്ജക്റ്റ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാം. നമ്മൾ ഈ കോഡ് നോക്കിയിട്ട്, ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കോഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഗ്നോയുടെ eGAN-GOSHൽ കയറി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതിൻ്റെ PDF ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ഒരു കോഴ്സ് നമുക്കിതാ ഇവിടെ വ്യൂ ഓപ്പൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് BHIC 105 എന്ന് പറഞ്ഞിട്ടുള്ള ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 3rd 750 to 1200
6 CE കാലഘട്ടത്തിലുള്ള ഒരു വിഷയങ്ങളാണ്, ആ ഒരു ഹിസ്റ്ററിയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, പഠിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് യൂണിറ്റ് ഹിസ്റ്റോറിക്കൽ സോഴ്സസ്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ ടെക്സ്റ്റ്, ഇത് എക്സാക്റ്റ് ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്, നിങ്ങൾക്ക് ഇത് തന്നെയാണ് ടെക്സ്റ്റ് ബുക്കായിട്ട് യൂണിവേഴ്സിറ്റി അയച്ചു തരുന്നതും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ, നിങ്ങളുടെ സബ്ജക്റ്റുകൾ എന്താണ് പഠിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് ഇയറിൽ 6 കോർ പേപ്പേഴ്സും അതുപോലെ തന്നെ 4 ഇലക്റ്റീവ്സും ഉണ്ടാവും. ഇവിടെ ഈ ഇത്രയും ഭാഗത്തിൽ നിന്നും ഒന്നും, ഇത്രയും ഭാഗത്തിൽ നിന്നും ഒന്നും, അതുപോലെ ഇത്രയും ഇതിൽ നിന്നും ഒന്നും, ഇതിൽ നിന്നും ഒന്നും, അങ്ങനെ 4 നിങ്ങൾ ചൂസ് ചെയ്യണം സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഇത് കോഴ്സ് എന്നുണ്ടെങ്കിൽ, എന്താണ് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ കാണിച്ചത് പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇനി തേർഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് ഈ 4 കോർ പേപ്പേഴ്സ് ചേഞ്ചസ് ഇല്ല, ഇത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും 3 ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ, 5 ഓപ്ഷൻസ് ഉണ്ട്, ഇതിൽ ഏതെങ്കിലും 4 നിങ്ങൾ ചൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു കോഴ്സ് കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഇത്രയും കോളേജസിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള കോളേജസ് നിങ്ങൾ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ വടകര റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഏകദേശം അധികം കോളേജസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കോളേജസുകളാണ് നിങ്ങൾക്ക് വടകര റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഈ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഹോണേഴ്സ് ഡിഗ്രിക്കുള്ളത്. നിങ്ങൾ ഡിഗ്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഹോണേഴ്സ് ഡിഗ്രിയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഏതൊക്കെ കോളേജസ് ഉണ്ട് എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. ഇതാ ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിലും ഏകദേശം ഒരുപാട് കോളേജസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളത് നിങ്ങൾക്ക് എത്തിപ്പെടാൻ എളുപ്പമുള്ള ഒരു കോളേജ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പഠിക്കണം, അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി അടുത്ത കോഴ്സ് നമ്മൾ ഒരു PG MA പ്രോഗ്രാമാണ്. അത് മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ഹിസ്റ്ററിയിൽ MA എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഒരു കോഴ്സ് വളരെയധികം ഉപകാരപ്രദമാവും. അപ്പോൾ ആ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഇതൊരു ഡിസ്റ്റൻസ് ലേണിംഗ്, നിങ്ങൾ പോയി പഠിക്കേണ്ട ആവശ്യമില്ല, വീട്ടിലിരുന്നാൽ മതി. അതുപോലെ ഡ്യൂറേഷൻ വരുന്നത് 2 ഇയേഴ്സാണ്, മാക്സിമം 4 ഇയേഴ്സ്. അതായത് മിനിമം ഈ കോഴ്സ് ഫിനിഷ് ചെയ്യാൻ വേണ്ട കാലാവധി 2 ഇയറും, മാക്സിമം യൂണിവേഴ്സിറ്റി ഈ 2 വർഷത്തിൻ്റെ ഉള്ളിൽ 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഫിനിഷ് ചെയ്തില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 4 വർഷം വരെയാണ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് നൽകുന്നത്. ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ് മീഡിയം, ഇംഗ്ലീഷിലായിരിക്കും മിക്കവാറും നമ്മളെല്ലാവരും പഠിക്കുന്നത്. അതുപോലെ സ്പെഷ്യലൈസേഷൻ ഹിസ്റ്ററി എന്ന് കാണിക്കും. അപ്പോൾ ഇതിൻ്റെ ഫീസ് വരുന്നത് 8000 രൂപയാണ്. ആസ് യൂഷ്വൽ രജിസ്ട്രേഷൻ ഫീ, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഫീ, ഇത് രണ്ടും ഉണ്ടായിരിക്കും. അപ്പോൾ 8700 രൂപയാണ് ഫീ ആയിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അടയ്ക്കേണ്ടത്. 1 ടൈം പേയ്മെൻ്റ് ആണ്, അത് ഇയർലി ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ നിങ്ങൾ 8700 അടച്ചു, സെക്കൻഡ് ഇയർ നിങ്ങൾ 8000 അടയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങളെ ഇനി ഒരു സംശയം ഞാനിവിടെ പറയാം. അതായത് 2 വർഷത്തെ രജിസ്ട്രേഷൻ ചെയ്തു, ഫീ പേയ്മെൻറ്റ് ചെയ്തു, അപ്പോൾ കോഴ്സ് എക്സാം എഴുതിയിട്ടില്ല, അപ്പോൾ തേർഡ് ഇയർ ആയി. അപ്പോൾ നമ്മൾ 2 വർഷം മതിയല്ലോ PG കംപ്ലീറ്റ് ചെയ്യാം, അതിൽ കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത വർഷം എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ വീണ്ടും പേയ്മെൻറ്റ് ചെയ്യണോ? 8000 രൂപ വേണ്ട. 8000 നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് നിങ്ങൾ എക്സാം മാത്രം രജിസ്ട്രേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്ത് പാസ്സാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കോഴ്സ് ഏതെല്ലാം റീജിയൻ സെൻറ്ററിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. കൊച്ചിൻ റീജിയൻ സെൻറ്ററിൽ ഈ ഒരു 3 കോളേജസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. വടകര റീജിയൻ സെൻറ്ററിൽ ഈ ഒരു 6 കോളേജസിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി പറയാൻ പോകുന്നത് തിരുവനന്തപുരം റീജിയൻ സെൻറ്ററിൽ നോക്കൂ നിങ്ങൾ, ഏകദേശം 6 കോളേജിലാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും MA ഹിസ്റ്ററി എടുക്കണം എന്നുണ്ടെങ്കിൽ MA ഹിസ്റ്ററിയുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എനി ഡിഗ്രിയാണ് എലിജിബിലിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ BA ഹിസ്റ്ററി തന്നെ എടുക്കണം എന്നില്ല. അപ്പോൾ ആർക്കും ഈ ഒരു MA ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് പഠിക്കാവുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഡ്യൂഫിക്സ് അക്കാദമി ആയിട്ട്
ബന്ധപ്പെടാൻ. നമ്മൾ വളരെയധികം ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് മെൻറ്റർ ചെയ്തുകൊണ്ട് ഈ ഒരു കോഴ്സ് എടുത്ത് നൽകുന്നതാണ്, രജിസ്ട്രേഷൻ ചെയ്ത് നൽകുന്നതാണ്. ടീച്ചിങ് ഫീൽഡിലോട്ട് പോകുന്നവർക്ക് അതുപോലെ തന്നെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടവർക്കൊക്കെ ഈ BA ഹിസ്റ്ററിയും MA ഹിസ്റ്ററിയും എടുത്ത് പഠിക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒഫീഷ്യൽ നമ്പറിൽ വിളിച്ചിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിട്ടോ ചോദിക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, യൂട്യൂബ് ചാനലിൽ ലോഗിൻ ചെയ്തോളൂ. താങ്ക്